കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടയിൽ അധികം ശ്രദ്ധിക്കാതെ പോയൊരു വാർത്തയുണ്ട്. അങ്ങ് കാനഡയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ കാനഡ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. ഖാലിസ്ഥാൻ ഭീകരവാദത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ബില്ല് തന്നെ നിലവിലെ ഭരണകൂടം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സമീപകാലത്തെ ചരിത്രത്തിലെ നയതന്ത്ര വിജയങ്ങളിലൊന്നായിട്ട് ഈ ഘട്ടത്തിൽ നമുക്കിതിനെ കാണാം. അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് വിശദമായിട്ട് തന്നെ നോക്കാം. ആദ്യം എന്താണ് കാനഡയിൽ സംഭവിച്ചതെന്ന് നോക്കാം. കാനഡയിലെ ഹൗസ് ഓഫ് കോമൺസ് ഒരു പുതിയ ബില്ല് പാസാക്കി. ബിൽ C9, ദ കോമ്പാറ്റിംഗ് ഹേറ്റ് ആക്ട് എന്നായിരുന്നു അതിൻ്റെ പേര്. കാനഡയുടെ നയതന്ത്രത്തിലും നിയമവ്യവസ്ഥയിലും വലിയൊരു മാറ്റമാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. ഖാലിസ്ഥാൻ അനുകൂല തീവ്രവാദ സംഘടനകളുടെ ചിഹ്നങ്ങളും കൊടികളും പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് കുറ്റകരമാക്കുന്ന ഒരു പുതിയ നിയമം. വളരെ ബുദ്ധിപരമായിട്ടാണ് കനേഡിയൻ ഭരണകൂടം ഈ ഒരു ബില്ല് കൊണ്ടുവന്നത്. ഒറ്റ നോട്ടത്തിൽ ഇത് പൂർണ്ണമായിട്ട് ഖാലിസ്ഥാനെയോ അല്ലെങ്കിൽ ഖാലിസ്ഥാൻ വാദത്തെയോ എതിർക്കുകയോ നിരോധിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ ഈ ബില്ല് യഥാർത്ഥത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് ഖാലിസ്ഥാൻ മൂവ്മെന്റിനെ തന്നെയാണെന്ന് പറയാം. ഈ ഘട്ടത്തിൽ നിലവിലെ ഭരണകൂടം ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ പാസാക്കിയ അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു ബില്ലാണ്. ഖാലിസ്ഥാനുമായി ബന്ധപ്പെട്ട് എല്ലാ ചിഹ്നങ്ങളെയും പൂർണ്ണമായിട്ട് നിരോധിക്കും എന്ന് ഈ ബില്ലിൽ നേരിട്ട് പറയുന്നില്ല. ഇവയുടെ പ്രദർശനത്തിന് പിന്നിലെ ലക്ഷ്യത്തെയും പൊതുസുരക്ഷയെയും കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്ട് എന്നാണ് ഇപ്പോൾ കാനഡ പറയുന്നത്. കാനഡ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടുള്ള ഗ്രൂപ്പുകളുടെ ചിഹ്നങ്ങൾക്ക്, കൊടികൾക്ക് എല്ലാം തന്നെ ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഉദാഹരണത്തിന് ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ അഥവാ BKI, ഇന്റർനാഷണൽ സിഖ് യൂത്ത് ഫെഡറേഷൻ, ഇങ്ങനെയുള്ള കുറേ സംഘടനകളെ കാനഡ ഭീകര സംഘടനകളായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവയുടെ ചിഹ്നങ്ങളോ അല്ലെങ്കിൽ ഇവയുടെ നിറങ്ങളോ കൊടികളോ ഒന്നും തന്നെ പ്രദർശിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമായിട്ട് മാറും. ഇതിന് പുറമെ വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്തുന്നതോ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതോ ഈ പുതിയ നിയമപ്രകാരം കുറ്റകരമാണ്. കാനഡയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ഹൈന്ദവ ജൂത വിഭാഗങ്ങൾക്കെതിരെയും കഴിഞ്ഞ കുറെ കാലമായിട്ട് ഉണ്ടായിരുന്ന ആക്രമണങ്ങൾ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന്റെ പുറകിലുണ്ട്. വെറുപ്പ് മുൻനിർത്തി ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷയാണ് ഈ ബില്ല് ഉറപ്പാക്കുന്നത്. പരോക്ഷമായിട്ട് ഈ സിഖുകാരായിട്ടുള്ള ഖാലിസ്ഥാനികളെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ചരിത്രപരമായ ആവശ്യങ്ങൾക്കോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ സ്വകാര്യമായോ ഇത്തരം ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടില്ല. വെറുപ്പ് പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യം തെളിയിക്കപ്പെട്ടാൽ നിയമ നടപടി ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പൊ തെരുവിലിറങ്ങിയിട്ട് ഇത്തരം ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട്, ഖാലിസ്ഥാൻ ചിഹ്നങ്ങളോ അല്ലെങ്കിൽ സിഖ് ചിഹ്നങ്ങളോ പ്രദർശിപ്പിച്ചുകൊണ്ട് കലാപം ഉണ്ടാക്കുക, ആളുകളെ കയ്യേറ്റം ചെയ്യുക, പൊതുമുതൽ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന, ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ അപകീർത്തിപ്പെടുത്തുന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ അത്തരം ചേഷ്ടകൾ കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രദർശിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിനെ വെറുപ്പ് പ്രചരിപ്പിക്കുക എന്ന കാറ്റഗറിയിൽ പെടുത്തിയിട്ട് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നതാണ് ഈ ഒരു ബില്ലിലൂടെ കനേഡിയൻ ഭരണകൂടം ഒളിച്ചു കടത്തുന്ന ഒരു കാര്യം. നേരിട്ട് ഒരു തരത്തിലും ഖാലിസ്ഥാനെ അല്ലെങ്കിൽ ഖാലിസ്ഥാൻ വാദം പറയുന്നവരെ ഇതിനകത്ത് എതിർക്കുകയോ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് നിരോധിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ അവരെന്തെങ്കിലും തരത്തിൽ അത്തരം പ്രകടനങ്ങൾ നടത്തുകയാണെങ്കിൽ ഈ ബില്ല് ഉപയോഗിച്ച് അവരെ നിയമപരമായിട്ട് കുടുക്കാനായിട്ട് കഴിയും. 2025 മാർച്ചിൽ മാർക്ക് കാർണി, കാനഡയുടെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം അധികാരമേൽക്കുന്നു. അതിനുശേഷം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പുരോഗതി ഉണ്ടാവുകയാണ്. പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യ ഉയർത്തുന്ന ഖാലിസ്ഥാൻ ഭീകരവാദ പ്രശ്നം കാനഡ വളരെ ഗൗരവമായിട്ട് എടുത്തിരിക്കുകയാണ്. കാനഡ ഇതിൽ നേരത്തെ സ്വീകരിച്ചിരുന്ന ഒരു അഴകുഴമ്പൻ മട്ട് അത് മാറ്റിയിട്ട് കടുത്ത നിലപാടിലേക്ക് പോകുന്നു എന്നാണ് ഈ ബില്ലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ ബില്ല് 100% പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതിന് ഇനി ചില ഘട്ടങ്ങൾ കൂടി കടക്കേണ്ടതായിട്ടുണ്ട്. തൽക്കാലം ഈ ബില്ലിനെ ഇൻഡോ കനേഡിയൻ ജനത, ജൂത വിഭാഗം, ഹിന്ദു സംഘടനകൾ എന്നിവരൊക്കെ തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇത് തങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും പ്രചാരണങ്ങളും കുറയ്ക്കാൻ സഹായിക്കുമെന്ന് അവർ കരുതുന്നു. ഈ ബില്ലിനെ ഇപ്പോൾ എതിർക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടിയും NDP എന്ന് പറയുന്ന സിഖ് പാർട്ടിയുമാണ്. ഇത് പൗരന്മാരുടെ പ്രകടന സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ട് അവർ വാദിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ബില്ല് നിലവിൽ ഹൗസ് ഓഫ് കോമൺസ് പാസ്സാക്കിയെങ്കിലും ഇത് പൂർണ്ണമായിട്ട് നിയമമായിട്ടില്ല.
സെനറ്റ് പരിശോധന ആവശ്യമാണ്. സെനറ്റ് ഈ ബില്ല് വിശദമായി പരിശോധിക്കും. സെനറ്റും പാസാക്കിയ ശേഷം ഇതിന് അംഗീകാരം ലഭിച്ചാൽ മാത്രമേ അത് നിയമമായിട്ട് മാറൂ. ഇത് കഴിഞ്ഞാൽ നിയമം നിലവിൽ വരുന്ന സമയത്ത് രാഷ്ട്രീയ പ്രകടനവും വിദ്വേഷ പ്രചാരണവും തമ്മിലുള്ള വ്യത്യാസം കോടതികളായിരിക്കും വിലയിരുത്തുക. എന്ന് വെച്ചാൽ ഇത് ഖാലിസ്ഥാനികളുടെ അഴിഞ്ഞാട്ടത്തെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുക എന്ന ഉദ്ദേശത്തോടെയും ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വഷളാകാതിരിക്കാനും സൗഹൃദം തുടരുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പുതിയ ബില്ലായിട്ട് കാണാം ഇതിനെ. ഒരു പരിധിവരെ ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായിട്ട് തന്നെയാണ് അതുകൊണ്ട് കാണുന്നത്. കാനഡയുടെ മണ്ണിൽ ഖാലിസ്ഥാൻ വിഘടനവാദികൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിക്കാറുണ്ടായിരുന്നു. 1985 എയർ ഇന്ത്യ വിമാന സ്ഫോടനത്തിന് ഉത്തരവാദികളായിട്ടുള്ള ബബ്ബർ ഖൽസ പോലുള്ള സംഘടനകളുടെ ചിഹ്നങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് നിരോധിക്കണം എന്ന് ഇന്ത്യയുടെ പ്രധാന ആവശ്യം ഇന്ത്യ എല്ലായ്പ്പോഴും ഉന്നയിച്ചിരുന്നു. ഈ ബില്ലിലൂടെ കാനഡ ആ ആവശ്യം കൂടിയാണ് അംഗീകരിക്കുന്നത്. മുൻപ് ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ഇന്ത്യ കാനഡ ബന്ധം വളരെയധികം വഷളായിരുന്നു, പ്രത്യേകിച്ച് ഹർദീപ് സിംഗ് നിജ്ജാർ വധവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ. എന്നാൽ മാർക്ക് കാർണി പ്രധാനമന്ത്രിയായതോടെ ഇന്ത്യയുമായിട്ടുള്ള സാമ്പത്തിക നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ കാനഡ ബോധപൂർവം തന്നെ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയെ പോലൊരു വലിയ വിപണിയെയും ആഗോള ശക്തിയെയും പിണക്കുന്നത് കാനഡയുടെ താല്പര്യങ്ങൾക്ക് ഗുണകരമാകില്ല എന്ന തിരിച്ചറിവ് ഇതിന് പിന്നിലുണ്ട്. എന്നാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ തങ്ങളുടെ ഭരണകൂടത്തിന് നേരിട്ട് ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് വളഞ്ഞ വഴിയിലൂടെ ഈ ഒരു ബില്ല് കൊണ്ടുവന്നത്. ഹേറ്റ് സ്പീച്ച് എന്ന മറവിലാണ് ഈ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത്. വിഘടനവാദത്തെ നേരിട്ട് എതിർക്കുന്നതിനേക്കാൾ വിദ്വേഷം തടയൽ എന്ന പേരിൽ ഈ നിയമം കൊണ്ടുവന്നത് കാനഡയ്ക്ക് ആഭ്യന്തരമായിട്ട് ന്യായീകരിക്കാൻ എളുപ്പമാണ്. ഭീകര സംഘടനകളുടെ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നത് മറ്റ് കമ്മ്യൂണിറ്റികൾക്കെതിരെയുള്ള വിദ്വേഷമായി കണക്കാക്കപ്പെടുമെന്ന് കാനഡ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഹിന്ദു ജൂത വിഭാഗങ്ങൾക്കെതിരെ. ഇത് ഇന്ത്യയുടെ നിലപാടിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ലഭിച്ച ഒരു അംഗീകാരം കൂടിയാണ്. ചുരുക്കത്തിൽ കാനഡ സർക്കാർ ഇന്ത്യയുടെ ആശങ്കകളെ ഗൗരവമായി കാണുന്നു എന്നതിന്റെ വലിയൊരു സൂചനയാണിത്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പഴയപടിയാക്കാൻ കാനഡ നടത്തുന്ന ഒരു പീസ് ഓഫറിംഗ് ആയിട്ട് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അവിടെയാണ് ഇത് മോദി സർക്കാരിന്റെ നയതന്ത്ര വിജയമായിട്ട് കാണുന്നത്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ കരുത്ത് തെളിയിക്കുന്ന ഒരു സംഭവമാണിത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് കാനഡയുമായിട്ടുള്ള ബന്ധം വഷളായപ്പോഴും ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു. കാനഡയിലെ ഖാലിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുമെന്നും അത് വെറും ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല എന്നും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ നിരന്തരമായിട്ട് വാദിക്കുന്നുണ്ട്. ഈ ഒരു സമ്മർദ്ദം ഇപ്പോൾ കാനഡയെ ഇത്തരമൊരു നിയമനിർമ്മാണത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യയെ പിണക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇപ്പോൾ കഴിയില്ല. മാർക്ക് കാർണി പ്രധാനമന്ത്രിയായ ശേഷം ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ അദ്ദേഹം കാണിക്കുന്ന താല്പര്യം ഇന്ത്യയുടെ ആഗോള സ്വാധീനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. G20 അധ്യക്ഷ സ്ഥാനം വഹിച്ചതിലൂടെയും മറ്റ് ആഗോള വിഷയങ്ങളിൽ പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധത്തിൽ ഉൾപ്പെടെ സ്വീകരിച്ച സ്വതന്ത്ര നിലപാടിലൂടെയും ഇന്ത്യയുടെ ശബ്ദം ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കാനഡയെ പോലെ ഒരു G7 രാജ്യം ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ പരിഗണിച്ച് നിയമം കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് മോഡി സർക്കാരിന്റെ ഗ്ലോബൽ ഇൻഫ്ലുവൻസിന്റെ തെളിവാണ്. ഇന്ത്യയിലെ വോട്ട് ബാങ്കിനേക്കാൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധമാണ് വലുത് എന്ന് കാനഡയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ധാരാളം സിഖ് വംശജർ കാനഡയിൽ ഉള്ളതുകൊണ്ടാണ് വോട്ട് ബാങ്കിന് ജസ്റ്റിൻ ട്രൂഡോയും വലിയ പരിഗണന കൊടുത്തത്. എന്നാൽ അതിനേക്കാൾ വലുതാണ് ഇന്ത്യ എന്ന തിരിച്ചറിവ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ മുൻകൈ എടുക്കുന്നത്. ഹർദീപ് സിംഗ് നിജ്ജാർ വിഷയത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയ കാനഡ ഇപ്പോൾ ഭീകര സംഘടനകളുടെ ചിഹ്നങ്ങൾ നിരോധിക്കാൻ തയ്യാറായത് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികളും നയതന്ത്രജ്ഞരും നൽകിയ കൃത്യമായ തെളിവുകളുടെയും സമ്മർദ്ദത്തിന്റെയും കൂടി ഫലമാണ്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയും അന്താരാഷ്ട്ര പ്രതിച്ഛായയും സംരക്ഷിക്കുന്നതിൽ മോദി സർക്കാർ കാണിച്ച നിശ്ചയദാർഢ്യം വിജയിച്ചു എന്ന് തന്നെ പറയാം. കാനഡ പോലുള്ള ഒരു രാജ്യം തങ്ങളുടെ നിയമവ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ തയ്യാറായത് ഇന്ത്യയുടെ നയതന്ത്ര പാടവത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.